ഭൂമി കേരളം പദ്ധതിയുടെ മറവിൽ വൻകിട ഹോട്ടലിന് റവന്യൂ വകുപ്പ് കായലോരവും കൈമാറി. ഹോട്ടൽ വ്യവസായി പകരം സർക്കാരിന് കൈമാറിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്കാണെന്ന് ചൂണ്ടിക്കാട്ടിയ കളക്ടർക്കും സബ് കളക്ടർക്കുമെതിരെ റവന്യൂ മന്ത്രിയുടെ നടപടി ഭീഷണിയും. ഉദ്യോഗസ്ഥർ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നപ്പോൾ സർക്കാരിന് നഷ്ടമായത് കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ്. സംഭവത്തിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. ആലപ്പുഴ ജില്ലയിലെ കലവൂർ വില്ലേജിൽ 0.83 ഏക്കർ കായലോരവും ചേർത്തല അരൂക്കുറ്റിയിൽ 1.2 ഏക്കർ കായലോരവും പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഗ്രീൻ ലഗൂൺ റിസോർട്ട് MD രവി ജേക്കബ്, മാരാരി ബീച്ച് റിസോർട്ട് ഡയറക്ടർ ജോസ് ഡൊമിനിക് എന്നിവർ റവന്യൂ വകുപ്പിനെ സമീപിച്ചത്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 5 ഇരട്ടിയിലധികം ഭൂമി സർക്കാരിലേക്ക് നൽകുമെന്ന വ്യവസ്ഥയിൽ സർക്കാർ പുറമ്പോക്ക് പതിച്ചു നൽകാനായിരുന്നു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. പാലക്കാട് ഷോളിയാറിലെ 6.32 ഏക്കർ ഭൂമി മാരാരി ബീച്ച് റിസോർട്ട് ഉടമകൾ സർക്കാരിന് വിട്ടുകൊടുക്കാനായിരുന്നു ധാരണ. എന്നാൽ കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ച ഭൂമിയെക്കുറിച്ച് ഒറ്റപ്പാലം സബ് കളക്ടറും ജില്ലാ കളക്ടറും നൽകിയ റിപ്പോർട്ട് കാണുക. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ടോമി തോമസ്, TU ഗോപകുമാർ എന്നിവരുടെ പേരിലുള്ളതാണ്. ഭൂമി ഭൂരഹിതർക്ക് പതിച്ചു നൽകാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ളതല്ല. ചെങ്കുത്തായ ഈ മേഖലയിൽ 3 സെന്റ് വീതം ഭൂമി ലഭിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ വൻതുക ചെലവഴിക്കേണ്ടി വരും. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ആലപ്പുഴ കളക്ടർ അയച്ച കത്തുകൂടി കാണുക. സ്ഥലവില ഏക്കറിന് 3,50,000 മാത്രം. അതായത് കൈമാറുന്ന സ്ഥലത്തിന്റെ വില 22 ലക്ഷം. എന്നാൽ മാരാരി റിസോർട്ടിന് കൈമാറുന്ന ഭൂമിയുടെ കമ്പോള വില 3,22 ലക്ഷം രൂപ. അതായത് സർക്കാരിന് 3 കോടിയോളം നഷ്ടം. രണ്ടാമത്തെ ഹോട്ടൽ ഉടമകൾ കൈമാറിയ ഭൂമിയെക്കുറിച്ചും എതിർപ്പുണ്ട്. ആദിവാസി പഞ്ചായത്തായ ഷോളിയൂരിന്റെ നിലവിലുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതാണ് ഭൂമി പതിച്ചു നൽകാനുള്ള നീക്കമെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ഇനി സത്യം പറഞ്ഞ ഉദ്യോഗസ്ഥരോടുള്ള സർക്കാരിന്റെ സമീപനം കൂടി കാണുക. മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിക്കണം. മന്ത്രി തന്നെ ഫയലിൽ രേഖപ്പെടുത്തി. പാവം ഉദ്യോഗസ്ഥർ എതിർപ്പുകളെല്ലാം പിൻവലിക്കേണ്ടി വന്നു. ഇടപാടിൽ റവന്യൂ മന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തി. അടൂർ പ്രകാശിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്നാണ് VSന്റെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.